प्रभु आपको हमारे बीच में इस्तेमाल करने पाए। थैंक यू सर। Praise the Lord. जय मसीह। Praise the Lord. Hallelujah. आमीन। സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഹിതത്താൽ വിശുദ്ധ ജനവുമായി ഒരുമിച്ചിരിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. आज रात को पवित्र लोगों के साथ प्रभु की वचन की मनन करने के लिए जो अवसर मिला, मैं परमेश्वर को धन्यवाद करता हूँ। അതിനേക്കാൾ ഉപരി ദൈവത്തിന് ഞാൻ ഹൃദയംഗമമായി നന്ദി പറയുന്നു. ഏകദേശം ഒരു വർഷത്തോളമായി കർത്താവിന്റെ ദാസന് കൊടുത്ത കർത്താവിന്റെ ആലോചനയാൽ ഈ വിശുദ്ധ ജനത്തിന് നിരന്തരമായി ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇത്രയും വലിയൊരു അനുഗ്രഹം കർത്താവ് ആമേൻ നൽകിയതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की पवित्र प्रेरणा के द्वारा निरंतर पवित्र वचन सुनने के लिए सर्वशक्तिमान हमारे जीवन में अवसर दे रहा है, इसके लिए मैं प्रभु को धन्यवाद करता हूँ। ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ നാം നേരിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് പണത്തിന്റെ ചെലവ് വരുമായിരുന്നു. എന്നാൽ കർത്താവ് ഒരുക്കുന്നതെല്ലാം നന്മയ്ക്കെന്ന് വിശുദ്ധ ജനത്തിന് ഹൃദയംഗമമായി നന്ദി പറയുവാൻ ഇതൊരവസരം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ऐसा लगातार हम 1-1.5 साल से वचन हालेलुया हम इकट्ठा होकर एक प्लेटफॉर्म के नीचे अगर आता तो लाखों रुपया हमको खर्चा होता था, लेकिन परमेश्वर जो भी करते हैं हमारा फायदा के लिए, हमारे जीवन की आशीष के लिए करते हैं करके इसके द्वारा हमको पता चलता है। നമ്മെ കേൾപ്പിച്ച വചനങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ഓർമ്മയിലായിരിക്കാം. എന്നാൽ പരിശുദ്ധനായ ദൈവം നമ്മെ കേൾപ്പിച്ച വചനത്തിനെല്ലാം ദൈവസന്നിധിയിൽ കണക്കുണ്ട് എന്നതോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. हमको परमेश्वर की पवित्र आत्मा ये याद दिलाता है कि आज तक जो वचन हम सुने हैं वो सब हमको याद नहीं होगा, लेकिन जो भी वचन हमारे जीवन में प्रस्तावन किया है वो हर एक वचन का हिसाब प्रभु अपने चरणों में रखता है। അതുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ കേൾപ്പിക്കുന്നത് തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് എഴുതി സ്ഥിരപ്പെടുത്തുമാറാകണമേ. അത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും അനുസരണത്തിനും ഞങ്ങളുടെ നല്ല വീണ്ടെടുപ്പിനും അത് കാരണമാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. इसलिए हम लोग हमेशा निरंतर प्रार्थना में हो, पिताजी जो वचन बोलते मेरे जीवन का शुद्धिकरण के लिए, मेरा जीवन का उद्धार के लिए, मेरा जीवन का छुटकारा के लिए निरंतर होने और वो मेरी हृदय का पट्टी पर लिखे हुए होने पाए। पिताजी മീറ്റിംഗിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയ എല്ലാ വിശുദ്ധ ജനത്തിനായും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. സ്തോത്രം. आज जूम मीडिया के द्वारा जुड़े हुए हर एक प्रभु का दास भक्तों को परमेश्वर की पवित्र नाम में वंदन देता हूँ. കർത്താവിന്റെ ദാസനും കുടുംബത്തിനുമായും ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. प्रभु का दास परिवार के लिए भी धन्यवाद देते हैं. ഇന്ന് രാത്രിയിൽ അല്പനിമിഷം കർത്താവ് എനിക്ക് ഹൃദയത്തിൽ തന്ന പ്രേരണയാൽ കർത്താവിന്റെ വചനം വിശുദ്ധ ജനവുമായി പങ്കിടുവാൻ പിന്നെയും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കേണ്ടതിന് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. मैं सभी से प्रार्थना विनती मानता हूँ कि जो परमेश्वर ने मेरे अंदर दिया हुआ प्रेरणा वचन आपके बीच में बोया जाए और वो फलवंत होने पाए. വചനം നമ്മുടേതല്ല, നിത്യനായ ദൈവത്തിൻ്റെതാണ്. വചനം परमेश्वर का है. അങ്ങനെയാണെങ്കിൽ ആ ദൈവം തന്നെ തന്റെ ശക്തിയാലും വചനത്താലും ബഹുനിശ്ചയത്തോടെ ഹൃദയങ്ങളിൽ അത് നമുക്ക് രൂപാന്തരത്തിനും കർത്താവിന്റെ നാമത്തിന്റെ മുഴുവൻ മഹത്വത്തിനും കാരണമായി തീരട്ടെ. ऐसा है तो उस पवित्र वचन बहुत निश्चय के साथ हमारा हृदय में, हमारा दिलों में, हमारे जीवन में वो बोए और फलवंत होने के लिए प्रभु कारण बनेगा. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം വായിക്കാം. इब्रानियों का पत्र 3 अध्याय उसका पहला वचन पढ़ेंगे. हिंदी में. इसलिए हे पवित्र भाइयों, तुम जो स्वर्गीय बुलाहट में भागी हो, उस प्रेरित और महायाजक यीशु पर जिसे हम अंगीकार करते हैं ध्यान करो. आमीन. थैंक यू. വിശുദ്ധ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ വിശുദ്ധ സഹോദരന്മാരെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ജനത്തെ വിളിക്കുന്നു. हालेलुया. प्रभु हमको बोलते हैं पवित्र भाइयों,
तुम जो स्वर्गीय बुलाहट में भागी हो करके हमको बता रहा है। ഈ വിളി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്ക, ആരാണ് ഈ വിളി വിളിച്ചത്? हम लोग इस पुकार को एक बार ध्यान दे कि हमको किसने पुकारा। അതും ആ വിളിയുടെ മർമ്മം നോക്കിയേ, വിശുദ്ധ സഹോദരന്മാരെ. वो उसका भेद देखो, पवित्र भाइयों करके हमको पुकार रहा है। പരിശുദ്ധനായ ദൈവം, സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, ജീവനുള്ള ഏക സത്യ ദൈവം വിശുദ്ധ ജനത്തെ വിളിക്കുന്നു വിശുദ്ധ സഹോദരന്മാരെ. पवित्र परमेश्वर हर एक चीजों को देख के अनदेखी चीजों को बनाने वाला, हालेलुया, अपनी रूप स्वरूप में बनाया हुआ पवित्र जनों को बुला रहा है, पवित्र भाइयों। പുറകോട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇടയായി തീരട്ടെ. हालेलुया, वो हमको बता रहा है कि बड़ा श्रद्धा के साथ ध्यान करो। എബ്രായ ലേഖന എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ടെ. थोड़ा पीछे जाकर एफेसियों का पत्री 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. दूसरा अध्याय का पहला वचन पढ़ेंगे। उसने तुम्हें भी जुलाया जो अपने अपराधों और पापों के कारण मरे हुए थे। हालेलुया, സ്തോത്രം. നമ്മളുടെ പൂർവസ്ഥിതി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് പറയുന്നു. हमारा जो पुराना स्थिति अपराध और पापों के कारण मरे हुए थे, ഇങ്ങനെയുള്ളവരെ പരിശുദ്ധ വചനം ഇന്ന് വിളിക്കുന്നു വിശുദ്ധ സഹോദരന്മാരെ. ऐसा लोगों को पवित्र वचन आज पुकार रहा है, पवित्र लोगों। മരിച്ചവരെ ആരെങ്കിലും ഇങ്ങനെ വിളിക്കാറുണ്ടോ? मरे हुए लोगों को कोई ऐसा पुकार सकता है क्या? അതിക്രമം പ്രവർത്തിക്കുന്നവരെ ലോകം ഇങ്ങനെ വിളിക്കുമോ? जो पाप में फंसे हुए, गंदे में फंसे हुए लोगों को दुनिया ऐसा पुकार सकता है क्या? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധൻ 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 എന്ന് നമ്മെ അറിയിച്ച ആ ദൈവം തിരുഹൃദയ പ്രകാരം നമ്മെ ഇന്ന് വിളിക്കുന്നു വിശുദ്ധ സഹോദരന്മാരെ. परमेश्वर का पवित्र जनों को आज परमेश्वर हम बुला रहा है, पवित्र भाइयों। ഈ വിളിയെ ഞാൻ ഓർക്കുമ്പോൾ എന്റെ ഓർമ്മ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. जब ये पुकार को जब ध्यान करता है, लूका रजिस्टर समाचार 19वां अध्याय के अंदर वो जक्कई को यीशु मसीह बुलाते हुए हम देख सकता है। ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ യേശു സക്കായിയെ വിളിച്ചത് വാക്യമുണ്ട്. लूका रजिस्टर समाचार उसका 19वां अध्याय 5वां वचन में जक्कई को प्रभु इस तरीके से पुकारा। സക്കായിയെ കുറിച്ച് നാം വായിച്ച് കേട്ട് പരിചിതമായ വിശുദ്ധ ജനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. जक्कई के बारे में अच्छे से जानकारी रखने वाला लोग है करके मैं विश्वास करता हूं। എങ്കിലും ഒരു പ്രാവശ്യം കൂടെ അത് ഓർമ്മ വരേണ്ടതിന് ഒന്നാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. एक बार और याद देने के लिए पहला वचन से पढ़ेंगे। वो यरीहो में प्रवेश करके जा रहा था। वहां जक्कई नाम का एक मनुष्य था जो चुंगी लेने वालों का सरदार था और धनी था। वो यीशु को देखना चाहता था कि वो कौन सा है, परंतु भीड़ के कारण देख ना सकता था क्योंकि वो नाटा था। तब उसको देखने के लिए वो आगे दौड़कर एक गुलर के पेड़ पर चढ़ गया क्योंकि यीशु उसी मार्ग से जाने वाला था। जब यीशु उस जगह पहुंचा तो ऊपर दृष्टि करके उससे कहा, हे जक्कई, झट उतर आ, क्योंकि आज मुझे तेरे घर में रहना अवश्य है। वो तुरंत उतरकर आनंद से उसे अपने घर ले गया। താങ്ക് യു. സ്തോത്രം. നോക്കണേ, നമുക്ക് പെട്ടെന്ന് നമ്മളെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് ആത്മാവിൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. आमीन। हम लोग जो वचन जो पढ़ा है तो पवित्र आत्मा उस जगह को हमको ले जा रहा है। നാം എഫേസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ, എഫേസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, ഒരു ചുങ്കക്കാരനും പാപിയുമായ മനുഷ്യൻ ഇതാ ഒരു മരത്തിൽ കയറി മറഞ്ഞിരിക്കുന്നു. हम 6 एफेसियों का पत्र 2 अध्याय पहला वचन में पढ़ा था, उसी जैसा एक पापी और चुंगी लेने वाला एक सरदार
ये देखो एक गुल्लर का पेड़ पर पत्तों के बीच में छुपे हुए ഈ സർവശക്തനായ ദൈവത്തിന്റെ മുൻപേ നിൽപ്പാൻ കഴിവില്ലാത്ത മനുഷ്യൻ परमेश्वर यीशु मसीह के सामने खड़ा होने के लिए ना योग्यता है। നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവം हम इस धरती पर जन्म होने से पहले हमारे बारे में जानकारी रखने वाला प्रभु യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ശമരിയായ സ്ത്രീയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ यूहन्ना सुसमाचार 4 अध्याय के अंदर जो शमरिया स्त्री के बारे में जैसे हमको शिक्षा देता है, കഴിഞ്ഞ നിമിഷം വരെയുള്ള നമ്മളുടെ ജീവിതം മുഴുവൻ കണ്ണുകൊണ്ട് കണ്ട ദൈവം हमारे जीवन के बारे में पिछला फलक तक जानकारी रखा वाला पिता ഇന്നും നമ്മുടെ ഹൃദയത്തിലൂടെ നിർണയിച്ച എല്ലാ നിർണയങ്ങളെയും കണ്ടും അറിഞ്ഞു നിൽക്കുന്നവൻ हालेलुया, आज भी और आने वाला कल भी हमारे बारे में अच्छे से सब कुछ जानकारी रखने वाला हमारा पिता അടുത്ത നിമിഷവും വരുവാനുള്ള നിത്യത വരെയും നമ്മെ കാണുന്ന ദൈവം आगे का समय और अनंत काल का जीवन तक हमारे बारे में जानकारी रखने वाला सर्वशक्तिमान നമ്മുടെ ആത്മാവിന്റെ കണ്ണുകളിൽ ഒന്ന് കാണണം, അവൻ ഇതാ മരത്തിന്റെ കീഴെ വന്ന് നിൽക്കുന്നു. हालेलुया, आज हम देखो आत्मा में एक बार देखे जहां बाबी और चुंगी लेने वाला सरदार व्यक्ति जहां छुपे हुए हैं उस गुलर के पीछे नीचे आकर खड़ा है। ഈ ചിന്ത വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ അത് ഞാനും നിങ്ങളുമാണെന്ന്, ഈ മരത്തിൽ ഇരിക്കുന്നത് ഞാനും നിങ്ങളുമാണെന്ന് ആത്മാവിലൊന്ന് സന്തോഷത്തോടെ കാണുവാനിടയായെങ്കിൽ हालेलुया, इस समय आप अपने आप को एक बार विचार कीजिए, वो जो गुल्लर के पेड़ के नीचे जो सरदार बैठा है, जक्कई बैठा, उसके बदले में आप और हम में करके एक बार सोच लीजिए। ദേശത്ത് ഇത്രയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യാതൊരു മനുഷ്യനെ കൊണ്ടും ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇതാ കടന്നു വരുന്നു. हालेलुया, दुनिया में आज तक पहली बार जो आज तक नहीं देखा अनदेखी चीजों को, जो चमत्कारी चीजों को किया हुआ प्रभु यीशु मसीह देखो आपके ओर आ रहा है। ദേശത്ത് പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ഇതാ ജനസമൂഹത്തിലൂടെ കടന്നു വരുന്നു. हालेलुया, दुनिया में एक प्रसिद्ध व्यक्ति हालेलुया मनुष्यों के बीच में देखो पैदल आ रहा है। ഈ കാലത്തിലും നമ്മളുടെ പരിസരത്ത് പേരുകേട്ട ഒരു വ്യക്തി കടന്നു പോകുന്നുവെങ്കിൽ കാണുവാൻ സാധ്യതയുണ്ടെങ്കിൽ നാമും കാണുവാൻ ശ്രമിക്കാറുണ്ട്. हालेलुया, हो सकता है इस समय भी कोई प्रसिद्ध व्यक्ति हमारी गांव की ओर से जाएगा तो हम भी कोशिश करते हैं उसको एक बार देखे। ഇന്ന് കടന്നു പോകുന്ന ഒരു ലോകത്തിലെ ഒരു വലിയ മനുഷ്യനെ കൊണ്ടുപോലും ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ അധികമായ വലിയ പ്രവൃത്തി ചെയ്തവനാണ് ഇതാ കാൽനടയായി നടന്നു വരുന്നത്. हम जो विचार करते आज की तरह उससे भी बहुत बढ़कर जो आज जो लोगों को कभी इस विचार में भी नहीं आ सकता उस तरीके के काम करने वाला सर्वशक्तिमान देखो हमारे बीच वास में से जा रहा है। അപ്പോൾ ജനനത്തിൽ കുരുടനായ, ജന്മനാൽ തന്നെ അല്പം ഉയരം കുറവുള്ളവനായ മനുഷ്യനെങ്കിലും ആ മനുഷ്യന്റെ ഹൃദയം എത്രത്തോളം ആഗ്രഹിച്ചു എനിക്കും ഈ മനുഷ്യനെ ഒന്ന് കൺകുളിർക്കെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ. शारीरिक रूप से नाटा व्यक्ति है लेकिन हालेलुया अपनी जीवन की हालेलुया कमी गटी की वजह से सबके सामने जाकर प्रकट नहीं हो सकता, इसलिए देखो गुल्लर की पेड़ पर घुसकर मैं भी एक बार उनकी ओर नजर लगाऊं करके हालेलुया पत्तों के बीच में छुपे हुए व्यक्ति ആ മനുഷ്യൻ തന്റെ ഔദ്യോഗിക സ്ഥാനം പറഞ്ഞു, ഒരു നല്ല ഗവൺമെന്റ് ജോലിയുള്ള ആ മനുഷ്യൻ തന്റെ സകല പൊസിഷനും മറന്നുപോയി. हालेलुया, बहुत ऊंचे पद का जो सरकारी नौकरी रखने वाला व्यक्ति देखो अपने आप को यीशु मसीह के बातों को आने के वजह से अपने आप को भूल गया। താൻ വലിയൊരു ധനവാനായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു, അത് താൻ മറന്നുപോയി. बहुत बड़ा धनी व्यक्ति था, मैं बड़े धनी व्यक्ति हूं करके हालेलुया वो जो विचार है वो भूल गया। ഇത്രയും വലിയ ഒരു ധനികനായ വ്യക്തി മരത്തിൽ കയറുമ്പോൾ നാം മനസ്സിലൊന്ന് ചിന്തിച്ചാൽ എത്രയോ ദരിദ്രരായവർ ഈ വഴിയരികിൽ നിൽപ്പുണ്ടായിരിക്കും. हालेलुया, इतनी धनी व्यक्ति जब गुल्लर की पेड़ के ऊपर हालेलुया बड़ा मुश्किल से जब चढ़ जाते हैं, आप देख सकता है दरिद्र लोग बहुत यीशु मसीह जो आ रहा है रास्ते पर खड़ा है। ഒരുപക്ഷെ മനസ്സിൽ പലരും ചിരിച്ചു കാണും, ഒരുപക്ഷെ ഉറക്കെയും പറഞ്ഞായിരുന്നു ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചോ. हालेलुया, बहुत सारे लोग ये पेड़ पर चढ़ते हुए हालेलुया आपस में बोला होगा
देखो ये व्यक्ति क्या पागल हो गया क्या? ഇതാണ് ഒരു വ്യക്തിയെ മാറ്റുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം. യേശുവിന്റെ നാമം ഒരുവന്റെ ഹൃദയത്തിൽ കയറി പറ്റിയാൽ അവൻ പരിസരം മറക്കും. हालेलुया। एक व्यक्ति के जीवन में जब यीशु मसीह आता है, वो व्यक्ति अपने आप को भूल जाता है। അവൻ സമൂഹത്തിന്റെ നിന്ന മറക്കും. उस दुनिया की लोग जो निंदा करते हैं उसके बारे में वो भूल जाते हैं। ലോകം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഒരു നിമിഷത്തേക്ക് അവൻ മറന്നുപോകും. दुनिया मेरे बारे में क्या सोचता है करके वो भूल जाते हैं। കാരണം അവൻ സ്വർഗീയനായവന്റെ ശബ്ദം അവന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കഴിഞ്ഞു. क्योंकि वो स्वर्गीय परमेश्वर के बातों को उन्होंने ध्यान देने लगा, इसलिए दुनिया भूल गया। ഈ കയറുന്ന സമയത്ത് സക്കായിയോട് ചോദിച്ചാൽ തനിക്ക് യേശുവിനെ കുറിച്ച് വിവരിക്കാൻ ഒന്നും അറിയില്ല. अगर ये पेड़ पर चढ़ने से पहले अगर आप उस जक्कई से वो कुछ पूछेगा यीशु के बारे में, उसको कुछ भी नहीं मालूम। ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാം ഓർക്കണം, നാം കേൾക്കുന്നതിന്റെ സ്വർഗീയ ആഴങ്ങളെ പൂർണ്ണമായും വർണ്ണിക്കുവാൻ നമുക്ക് ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. हालेलुया। आज जो हालेलुया हम जो सुन रहे वचनों को हालेलुया कोई वर्णन करे उसके बारे में कोई भी नहीं बोल सकता। പക്ഷെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ തിരുഹിത പ്രകാരമാണ് നാം ഇന്നായിരിക്കുന്നതെന്നൊന്ന് കണ്ട് ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. हालेलुया। हम अपने दोनों हाथ उठाकर धन्यवाद करें कि हमारा सर्वशक्तिमान पिता परमेश्वर का धन्य इच्छा था कि आज हम ये सोने वाला वचनों को ध्यान करें और सुने और उस पर चले। ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ കുലമഹിമ നമുക്ക് പറയുവാൻ ഒന്നുമില്ല. हमारा जीवन का हमारा वंश के बारे में हम बोलने के लिए कुछ भी नहीं है। നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നും പറയുവാനില്ല. हमारा पढ़ाई लिखाई के बारे में कोई योग्यता उनके सामने बोलने के लिए नहीं है। ലോകപരമായ സമ്പത്തിന്റെയോ സമൃദ്ധിയുടെയോ അധികാരത്തിന്റെയോ ഒരു യോഗ്യതയും നമുക്ക് പറയുവാൻ, दुनिया का कोई बढ़ोतरी बातों को या भलाई बातों को बढ़ोतरी हम नहीं कर सकता। എങ്കിലും നോക്കണമേ, ഇന്ന് ഇത്രത്തോളം നമ്മെ വിളിച്ച് നിർബന്ധിച്ച് ദൈവത്തിന്റെ ആ നിത്യമായ വചനം കേൾപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന് പുത്രൻ മുഖാന്തരം പ്രസാദം തോന്നുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ये स्वर्गीय सोने वाला वचनों को प्रभु हमको सुनाने के लिए परमेश्वर को तात्पर्य हुआ, यह है सबसे बड़ी बात। അതുകൊണ്ടാണ് ഞാൻ സക്കായിയുടെ ആ വിഷയം ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തെ ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നത്. हालेलुया। इसलिए मैं जक्कई की ये बातों को हालेलुया जब भी ध्यान करते हैं मुझे हालेलुया बहुत आनंद आते हैं। मैं परमेश्वर को धन्यवाद करता हूँ। വളരെ ലളിതമായിട്ടാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, സക്കായി യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. हालेलुया। बहुत छोटे से अक्षर पे थोड़ी सी हल्का सा लिखा है, जक्कई एक बार यीशु को देखना चाहा। അങ്ങനെ ആ മരത്തിൽ കയറിയ സക്കായി ഒട്ടും പ്രതീക്ഷിച്ചില്ല. യേശു നടന്നു പോകുന്ന വഴി കൃത്യമായും മരത്തിന്റെ കീഴെ വന്ന് നിന്നു. जक्कई कभी सोचा भी नहीं हालेलुया, जिसको मैं देखना चाहा वो सर्वशक्तिमान मेरे को आकर इस पेड़ के नीचे आकर मेरी ओर ध्यान करेगा। സക്കായിയുടെ മുന്നറിവിൻ പ്രകാരം അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് യേശു. हालेलुया। जक्कई के सामने यीशु केवल एक चमत्कारी करने वाला एक व्यक्ति है। യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കറിയില്ല യേശു എന്തുകൊണ്ടാണ് അവിടെ നിന്നതെന്ന്. यीशु के साथ चलने वाला जन और उनके चेले लोगों को नहीं मालूम यीशु क्यों उस गुल्लर की पेड़ के नीचे रुका। യേശുവിന്റെ കൂടെയുള്ള വലിയൊരു ജനസമൂഹമുണ്ട്, അവരാരും അറിയുന്നില്ല യേശുവിന്റെ തലയ്ക്ക് മുകളിൽ എന്താണുള്ളതെന്ന്. यीशु का हालेलुया पेड़ की ओर सिर हालेलुया ऊपर करके हालेलुया देख रहा, किसको देख रहा करके पूरी जनावली को नहीं मालूम। എന്നാൽ യേശു വളരെ പെട്ടെന്നാണ് അവിടെ ആ ഒരു ചിത്രം നമ്മെ കാണിച്ചു തരുന്നത്. കൃത്യമായും ആ മരത്തിന്റെ കീഴെ വന്നതുകൊണ്ട് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. हालेलुया। यीशु मसीह बहुत पुराने से जानकारी रखा हुआ एक व्यक्ति है जक्कई, इसलिए उनको थोड़े से भी गलती नहीं हुआ। उस गुल्लर के पेड़ के नीचे एकदम सही जगह पर आकर उस व्यक्ति को प्रभु ने पुकारा। ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഒരു മർമ്മം നിങ്ങളോട് പറയാം. एक बहुत खुशी के साथ एक भेद में आपको कहना चाहता हूं.
അന്ന് സക്കായിയുടെ കീഴെ നിന്ന് ഉയരത്തിലേക്ക് കണ്ണുയർത്തി സക്കായി എന്ന് വിളിച്ച യേശു ഇന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മെ വിളിക്കുകയാ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. आमीन, हालेलुया। उस दिन जक्कई को गुलर के पेड़ के नीचे खड़ा होकर जक्कई करके पुकारने वाला प्रभु यीशु आज आपके सिर के ऊपर खड़ा होकर हालेलुया बुला रहा है। ये पवित्र भाइयों जो स्वर्गीय हिस्सों को हालेलुया अधिकार पाया हुआ व्यक्तियों करके आपको पुकार रहा है। വേഗം ഇറങ്ങി വാ. बहुत जल्दी उतरा। നമ്മുടെ ആത്മാവിലൊന്ന് സന്തോഷിച്ചാട്ടെ, ആത്മാവിലൊന്ന് കാണാൻ ഇടയായി തീരട്ടെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സക്കായി അല്ല വിഷയം. ഞാൻ പലപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, എനിക്ക് എന്നെ കുറിച്ചുള്ളതാ കേൾക്കേണ്ടത്. हालेलुया, जक्कई नहीं हमारे यहाँ का हीरो, हम है जक्कई की जगह में। और मुझे हालेलुया प्रभु जी आपकी मुंह से सुनना है। ഞാൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ അനേകരുടെയും വിശുദ്ധന്മാരുടെയും ചരിത്രം പറയുമ്പോൾ എനിക്ക് കർത്താവിനോട് ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എനിക്ക് എന്നെ കുറിച്ചുള്ള നിന്റെ ആലോചന എന്നെ കേൾപ്പിക്കണം. हालेलुया, जब मैं वचन पढ़ता हूं मैं हमेशा परमेश्वर से बोलता हूं, पवित्र लोग बहुत है प्रभु जी वचन के अंदर, उनसे आप बात किया, उनकी जगह में आज मैं खड़ा हूं खुदा, आप मुझसे बात कर पिताजी। ആ സക്കായിയെ വിളിച്ച് ആ പറയുന്ന വാക്കുകൾ വളരെ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം. സക്കായിയെ വേഗം ഇറങ്ങി വാ. हालेलुया, यीशु जक्कई से अधिक नहीं बात करता है, सिर्फ इतना ही कहता है, हे जक्कई उतरा। എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നതെന്നൊരു ചോദ്യം ഒരുപക്ഷെ മൗനമായി നിന്നുകൊണ്ട് നാം യേശുവിനോട് ചോദിച്ചാൽ യേശുവിന് ഉടനെ പറയുവാൻ ഒരു മറുപടി ഉണ്ട്. यीशु से अगर आप पूछेगा पिताजी आप क्यों उस व्यक्ति को पुकार रहे हो, ഇന്ന് എനിക്ക് അവനോട് കൂടെ പാർക്കേണ്ടതാകും. उनके पास एक जवाब है, मुझसे आज उनके साथ रहना है। വിശുദ്ധ സഹോദരങ്ങളെ, നമുക്കൊന്ന് ആത്മാവിൽ സന്തോഷിക്കുവാൻ ഇടയായി തീരട്ടെ. യേശു അന്ന് സക്കായിയോടുകൂടെ പാർത്തു എങ്കിൽ ഇന്ന് സക്കായി യേശുവിനോട് കൂടെയാ. हालेलुया, हम आज खुशी मनाने का एक दिन है। उस दिन जक्कई के साथ यीशु रहा है, तो आज जक्कई यीशु के साथ है करके हम आनंद मनाएं। ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. यीशु हमको आज याद दिला रहा है, एफेसियों का पत्री 4 अध्याय उसका 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, पहला अध्याय उसका 4 वचन हमको ये याद दिलाता है, जैसा उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो। आमीन। സഹോദരങ്ങളെ, നാം വായിച്ചത് ലോകത്തെ സ്ഥാപിച്ച ദൈവം, ഈ ലോകവും ദൈവമൊഴികെ സകല ചരാചരങ്ങളെയും സ്ഥാപിച്ചവൻ സകലത്തെയും സ്ഥാപിക്കുന്നതിന് മുമ്പ്, അവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു. हालेलुया है मेरे असीसो, परमेश्वर के असीसो, मैं आपको बताना चाहता हूँ जो आप देखी अनदेखी चीजों को सृष्टि करने से पहले हमारा सृजनहार सृष्टिकर्ता परमेश्वर स्वर्गीय पिता में हम सबको यीशु मसीह में चुन लिया। അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് യേശു സക്കായി മുകളിലും യേശു താഴെയും നിന്ന് തന്റെ സ്വന്തം ശബ്ദത്തിൽ യേശു വിളിച്ചുവെങ്കിൽ ഈ തിരുവെഴുത്ത് പറയുന്നു, പിതാവായ ദൈവം ആ സക്കായിയെ എന്ന് വിളിച്ചു. हालेलुया, आज हम जो लुकर इस समाचार में पढ़ा है, गुल्लर के पेड़ के नीचे जाकर यीशु मसीह ने जक्कई को पुकारा, तब हमको सोचना है सर्वशक्तिमान पिता परमेश्वर ने जक्कई को कब पुकारा होगा। സ്തോത്രം, സ്തോത്രം, സ്തോത്രം. हालेलुया, हालेलुया। വിളിച്ച ദൈവം സർവ്വ ലോകത്തിനും സർവ്വകാലത്തിനും മുമ്പേ സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ സക്കായിയെ മാത്രമല്ല വിളിച്ചത്, സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം പുത്രൻ മുഖാന്തരമായി ത്രിയേക ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സകല വിശുദ്ധ ജനത്തെയും എന്നെയും നിങ്ങളെയും സക്കായിയോടുകൂടെ സകല വിശുദ്ധ ജനത്തോടും കൂടെ ഒരുമിച്ച് കണ്ട് തെരഞ്ഞെടുത്തില്ലയോ? हालेलुया, यीशु मसीह सिर्फ केवल जक्कई को अकेला नहीं, हम एक एक लोगों को दुनिया की उत्पन्न से पहले
हालेलुया एक एक लोगों को चुन लिया, आप और हमको भी प्रभु ने चुना। ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ വിളി നോക്കണേ, നേരിട്ട് നാം കാണുമ്പോൾ, നേരിട്ട് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്ന നമ്മളുടെ ഇന്നത്തെ ജീവിതാനുഭവത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. आज का जीवन की बातों के द्वारा परमेश्वर हमसे बात कर रहा है। എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? क्यों हमको पुकारा? നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ പ്രത്യക്ഷതയാ വിളി. हालेलुया, प्रभु में हमको दुनिया से पहले चुनने का हालेलुया जो प्रकट है। हालेलुया, क्यों हम प्रभु में हालेलुया निष्कलंक और हालेलुया पवित्र और निर्दोष बने रहे। ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, നമുക്ക് യേശുവിന്റെ നാമത്തെ പകർന്നു തന്നിരിക്കുമ്പോൾ, ഞാൻ പിന്നെയും ആ ചിന്തയിലേക്ക് വരികയാ. ഒരുപക്ഷെ അന്ന് രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല, ഇന്ന് വഴിമധ്യത്തിൽ വെച്ച് നാം ഒരുവനെ കാണും, ഇന്ന് രാത്രിയിൽ നാം അവന്റെ വീട്ടിലായിരിക്കുമെന്ന് യേശു ആരോടും പറഞ്ഞിരിക്കില്ല. हालेलुया, यीशु कभी भी हालेलुया चेले लोगों को बोला नहीं, आज हम हालेलुया किसी एक व्यक्ति के घर में होगा करके कभी यीशु मसीह चेलों के साथ अपनी बातों को नहीं बांधा गया। ശേഷിച്ചും ഒരു ചുങ്കക്കാരനും പാപിയുമായവന്റെ കൂടെ ആയിരിക്കും ഇന്ന് രാത്രി നമ്മുടെ ഡിന്നർ എന്ന് ഒരുപക്ഷെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കില്ല. एक पापी और चुंगी व्यक्ति के साथ आज हमारा रात का भोजन होगा करके यीशु चेलों को कभी नहीं कहा। അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ആ ശിഷ്യന്മാരുടെ മുഖം ഒരുപക്ഷെ കറുത്തേനെ. हो सकता है ऐसा बोला है तो ये चेले लोगों का मन में हालेलुया अलसी आ जाता, हालेलुया कुछ लोग नहीं चल पाता। സകല മനുഷ്യരും വെറുക്കുന്ന ഒരു ചുങ്കക്കാരന്റെ കൂടെ രാത്രി എങ്ങനെ നമ്മൾ കഴിഞ്ഞുകൂടും? पूरी लोग हालेलुया नाप चाहने वाला एक चुंगी पापी व्यक्ति के साथ कैसे हम जिएंगे आज करा। പക്ഷെ നമ്മെ തിരിച്ചറിയുമാറാക്കുന്ന ദൈവത്തിന്റെ വചനം, വിളിച്ചത് യേശുവാണെങ്കിൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് പവിത്രമായ ശബ്ദമാണ്. हालेलुया, ये बुलाने वाला अगर यीशु है तो उनकी मुंह से निकलने वाला शब्द भी पवित्र है। സ്വർഗീയ വിളി അക്ഷരികമായ കേൾക്കുവാൻ ഇടയായി തീർന്ന വലിയൊരു വിശുദ്ധൻ തന്നെയാണ് സക്കായി. हालेलुया, स्वर्गीय हालेलुया पुकार बुलाहट हालेलुया सुनने वाला एक व्यक्ति है जक्कई। സഹോദരങ്ങളെ, ഒരു കാര്യം തിരിച്ചറിയണം, നമ്മെ ഓർത്തും കൂടെയാണ് ഈ തിരുവെഴുത്തും ഈ വിശുദ്ധന്മാരുടെയും ചരിത്രങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നത്. हालेलुया, ये सब पवित्र लोगों के बारे में हमको इसलिए सुनाता है कि ये हमारे बारे में प्रभु इस तरीके से बुलावट और प्रभु बात करना चाहते हैं। ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം യാത്രയായിരുന്നപ്പോൾ, പാപത്തിന്റെ സകല ചെറ്റുകുഴികളിലൂടെയും മുങ്ങിയും താന്നുന്നമായിരുന്നപ്പോൾ, തക്ക സമയത്ത് നാം കേൾക്കത്തക്കവണ്ണം നമ്മുടെ ആത്മാവിലോ അനുഭവങ്ങളിലൂടെയോ യേശു നമ്മെ വിളിച്ചില്ലേ? हालेलुया, हम एक बार सोचे, हम अपनी पाप वाला जीवन जब जी रहे थे, हालेलुया अंधकार की दुनिया में हम घूम रहे थे, तब देखो कोई न कोई रास्ते के द्वारा प्रभु हम एक एक को बुलाया। ये हमको ध्यान करना है। ഈ നാമത്തെ എത്രത്തോളം നാം പല പ്രാവശ്യം വെറുത്തു, പല പ്രാവശ്യം ഉപേക്ഷിച്ചു, പല പ്രാവശ്യം ഈ നാമത്തെ നാം പ്രാഗി അറിയായ്മയുടെ കാലങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. हालेलुया, ये बात को, ये नाम को कितने बार हम ठोकर मारा, हम गंदे बोला, हम श्रापित बात कहा। हालेलुया, इसको बहुत बड़ा दूर रहा हम। പക്ഷേ യേശുവിനോട് യോജിച്ചാൽ പറയും, സകല ലോകത്തിന്റെ സകല സ്ഥാപനത്തിനു മുമ്പേ ഞാൻ ക്രിസ്തു യേശുവിൽ അവനെ തെരഞ്ഞെടുത്തു എന്ന പിതാവായ ദൈവത്തിന്റെ ശബ്ദം യേശുവിന്റെ ഹൃദയത്തിലുണ്ട്. हालेलुया, यीशु से पूछेगा तो बोलेगा, दुनिया का उत्पन्न होने से पहले मैंने यीशु मसीह पर, परमेश्वर पर उनको चुना गया करके हम बता सकता है। 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യം.
पहला कोरिन्थी है, पहला अध्याय 26वां वचन पढ़ेंगे। पहला कोरिन्थी पहला अध्याय 26 हे भाइयों, अपने बुलाए जाने को तो सोचो। ആമേൻ. സ്തോത്രം. സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ ബാക്കി കൂടെ വായിച്ചാട്ടെ. ലോകാഭിപ്രായം कि ना शरीर के अनुसार बहुत ज्ञानवान और ना बहुत सामर्थी और ना बहुत कुलीन बुलाए गए। आमीन। ഹല്ലേലൂയ. നോക്കണേ, നമുക്ക് അല്പം മുമ്പേ നാം ചിന്തിച്ചതുപോലെ, നാം ധ്യാനിച്ചതുപോലെ, നമ്മുടെ യാതൊരു യോഗ്യതയും ഇല്ല എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. हालेलुया। यहाँ पवित्र आत्मा हमको बताता है, हालेलुया, तुम्हारी बुलाहट को ध्यान दे। ഈ മരത്തിന്റെ മുകളിലിരിക്കുന്ന സക്കായി ആ ശബ്ദം കേട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ സ്വപ്നം കണ്ടതുപോലെ എന്നെ തന്നെയാണോ അവൻ വിളിച്ചത്? जक्कई हो सकता है गुलर के पेड़ से जब यीशु ने जक्कई करके जब जोर से पुकारा तो जक्कई डर कर, हालेलुया, अचंबा होकर नीचे को देखा, ध्यान दिया होगा, हमसे ये मुझे ही पुकार रहे कि कुछ और आवाज आया। സാമാന്യ ബുദ്ധിയിൽ അത്രയും ജനം കൂടിയിരിക്കുമ്പോൾ സക്കായി എന്ന പേരുള്ള പലരും ആ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. हो सकता है इतनी बड़ी भीड़ जब चल रहे तो जक्कई नाम का और भी लोग उस भीड़ में होगा। മരത്തിൽ കയറി ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന എന്നെ യാതൊരു കാരണവശാലും യേശു കാണുവാൻ കാരണമില്ല. किसी को ना देखते हुए, पत्ते के बीच में छुपे हुए, ना जानने वाला यीशु मुझे पुकारने का कोई मतलब ही नहीं है। താൻ ഈ മരത്തിൽ കയറുന്ന സമയത്ത് ആ മരത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും കണ്ടിരിക്കാം, പക്ഷെ അവരാരും യേശുവിനോട് പറയുവാനുള്ള ഒരു സാവകാശം ഉണ്ടായിട്ടില്ല. ये गुल्लर के पेड़ के ऊपर चढ़ने से पहले कोई लोग पेड़ से चढ़ते वक्त देखा होगा, वो लोग देखा होगा, उस यीशु देखने का कोई मतलब ही नहीं निकला। സത്യം പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ, അവിചാരിതമായ സാഹചര്യങ്ങൾ, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്ന അനുഭവങ്ങൾ, കാലങ്ങളിൽ യേശു നമ്മെ വിളിച്ച ആ വിളിയൊന്ന് ഹൃദയത്തിൽ നോക്കുവാൻ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ये वचन हमको ये ध्यान देते हैं कि हम लोगों को प्रभु बुलाने के पीछे कोई योग्यता नहीं थे, कोई भी हालेलुया मतलब ही नहीं था। प्रभु की चरणों में हम आए, हमारी खानदान, हमारी वंश, हमारी कुल, उसका कोई योग्य नहीं होता, लेकिन फिर भी प्रभु ने हमको बुलाया। ഒരുപക്ഷെ നാം രോഗക്കിടക്കയിലായിരുന്നപ്പോൾ അവൻ വിളിച്ചിരിക്കാം. हो सकता है जब हम बीमार अवस्था में प्रभु ने बुलाया होगा। ഒരു വലിയ നഷ്ടത്തിലും കഷ്ടത്തിലും കഠിന ശോധനയിലായിരുന്നപ്പോഴായിരിക്കാം അവന്റെ ശബ്ദം നാം അടുത്തെത്തിയത്. जब हमको हो सकता है मुश्किल परिस्थिति में, कठिनाइयों में, हालेलुया, जीवन की गंदे बातों में प्रभु ने हमको बुलाया होगा। ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്നും എന്റെ പ്രാണൻ തന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ച സമയത്തായിരിക്കാം ഒരുപക്ഷെ അവന്റെ വിളി നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങിയത്. हो सकता है हमारी जीवन की आखिरी श्वास पर प्रभु ने हमको बुलाया होगा। അനേകർക്കും അനേക സാഹചര്യങ്ങളെ ഒരുക്കിയ ദൈവത്തിന് നന്ദിയോടെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞു. आज रात को हम अपने दिल से परमेश्वर को धन्यवाद करें कि हमारी हर एक व्यक्तियों को अलग अलग परिस्थितियों को प्रभु बना कर दिया कि उनकी पुकार को सुनने के लिए। സക്കായി താഴെ ഇറങ്ങി വന്ന് യേശുവിനോട് ചോദിച്ചില്ല, യേശുവേ എന്നെ തന്നെയാണോ നീ വിളിച്ചത്? हालेलुया। जक्कई नीचे आकर कभी नहीं बोला होगा, यीशु आप मुझे ही पुकार रहे क्या? ആ യേശുവിന്റെ വിളിയാൽ ആ വ്യക്തിയുടെ പൂർവ്വ പാപങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു പരിഹാരം വന്നു. हालेलुया। उस पुकार के द्वारा जक्कई का जीवन का हर एक पापों का क्षमा हो गया। കാരണം നേരിട്ട് ഇന്ന് നമുക്ക് കിട്ടിയതുപോലെ എല്ലാം നേരിട്ട് യേശു ആ വ്യക്തിയെ വിളിക്കുകയാണ്. हालेलुया। आज हम लोग वचन के द्वारा सुना हुआ नहीं, वहां यीशु सीधा उनसे बात कर रहा है। ഇറങ്ങി വരുന്ന സമയത്ത് നീ വേഗം ഇറങ്ങി വാ, ഇന്ന് എനിക്ക് നിന്നോട് കൂടെ താമസിക്കണം. हालेलुया। यीशु उसको बता रहा है कि आज मुझे तुम्हारे साथ जीवन बिताना है। ഇന്ന് എനിക്ക് നിന്നോട് കൂടെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. आज मुझे तुम्हारे साथ भोजन खाना है। വെളിപ്പാട് പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ?
प्रकाशित वाक्य हमको याद दिलाता ना, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. हालेलुया। कोई भी मेरे शब्द सुनकर हालेलुया दरवाजा खोलेगा तो मैं उनके साथ भोजन करूंगा. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ സക്കായി അറിയാത്ത സക്കായിയുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ ദൈവമയച്ച പുത്രനായ യേശു ക്രിസ്തു മുട്ടി. हालेलुया। ऐसा है तो जक्कई की दिल की दरवाजे पर प्रभु यीशु मसीह परमेश्वर के द्वारा भेजा हुआ बुलावट जाकर कटकटाने लगा. അവൻ പോലും അറിയാതെ, അവന് വർണ്ണിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ഹൃദയത്തിന്റെ വാതിലുകളെ ആ ശബ്ദത്തിന്റെ മുൻപാകെ തുറന്നു കൊടുത്തു. हालेलुया। जक्कई भी कभी सोच नहीं सकता, उस जक्कई का दिल में जाकर सर्वशक्तिमान उनको कटकटाया, उन्होंने प्रभु के लिए अपनी दरवाजा खोला. സഹോദരങ്ങളെ, നമ്മൾ ആരും സകലതും അറിഞ്ഞിട്ടല്ല യേശുവിന്റെ നാമത്തെ സ്വീകരിച്ചത്. हम लोग यीशु मसीह को जानने के पीछे प्रभु का वचनों को अच्छी तरह से जानने की बात नहीं है. ഈ ലോകത്തിന്റെ സകല പഠനത്തിന്റെയും ഉയർച്ചയോളം പഠിച്ചാലും യേശുവിനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയില്ല. ये दुनिया का पूरी ज्ञान समझ को अगर आप शिक्षा पाएगा तो, पूरी किताबों को अगर जाएगा तो यीशु के बारे में आपको पूरी जानकारी नहीं मिलेगी. പക്ഷേ ഈ എളിയവരോട് അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്ത പിതാവായ ദൈവം പുത്രനിൽ ഫലമേൽപ്പിച്ചു. हालेलुया। सुसमाचार हालेलुया दरिद्र लोगों को बताने के लिए प्रभु ने एक सुसमाचार हालेलुया देने चाहा. സകല കാലത്തിനു മുമ്പേ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രിയ മക്കളെ നീ കടന്നുപോയി വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് എന്നോടുകൂടെ നിത്യം വസിക്കേണ്ടതിന് കാരണമാക്കണം. हालेलुया। दुनिया से उत्पन्न से पहले मैंने चुना हुआ लोगों को यीशु को परमेश्वर ने बोला, जाओ बुलाओ और मेरे लिए तैयार करो. ഈ വചനം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നമ്മളുടെ പല രക്തബന്ധങ്ങൾക്കും ഈ വിളി കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. हालेलुया। आज मुझे हालेलुया सुनने वाला कुछ लोगों को हालेलुया हमारी रिश्तेदारों को ये वचन ये शब्द अभी तक नहीं मिला. നമ്മളെക്കാൾ വളരെ ബുദ്ധിമാന്മാരും ശക്തന്മാരും വളരെ സ്ഥാന മഹിമയുള്ളവർക്കും പലർക്കും നമ്മോട് കൂടെ ഈ വിളി കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. हालेलुया। हमारे साथ हालेलुया हमसे भी बड़े बड़े ऊंचे जगह में रहने वाला कुछ लोगों को ये पुकार नहीं सुन पाया. ഇന്ന് ആ വിളിയോടെ നമ്മളോട് വിളിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. पहला कोरिन्थी पहला अध्याय उसका 30वां वचन पढ़ेंगे. परंतु उसकी ओर से तुम मसीह यीशु में हो, जो परमेश्वर की ओर से हमारे लिए ज्ञान ठहरा, अर्थात धर्म और पवित्रता और छुटकारा. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിനെന്ന് 26-ാം വാക്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ 26वां वचन जब हमको याद दिलाया, हे भाइयों अपने बुलाए जाने को तो सोचो करके जब हमको याद दिलाए तो ആ വചനത്തിൽ ലോകത്തിലെ ബലവാന്മാരെ ദൈവം തള്ളിക്കളഞ്ഞു. उस वचन के अंदर दुनिया का बलवंत लोगों को प्रभु ने हालेलुया हटा दिया. വലിയ ജ്ഞാനികൾ ഉണ്ടായിരുന്നു, അത് കർത്താവ് നോക്കിയില്ല. बड़े ज्ञानी लोग उस पे थे, प्रभु ने उनकी ओर नहीं ध्यान दिया. ആ അനാദി നിർണയം ആരുടെ മേലൊക്കെ കർത്താവ് കണ്ടുവോ അവരെ മാത്രമാണ് അവൻ എണ്ണി എണ്ണി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. हालेलुया। जो निर्णय प्रभु ने लोगों के द्वारा रखा था उन लोगों को ही प्रभु ने चुना. അതുകൊണ്ട് ഈ 30-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, हालेलुया जब 30वां वचन जब हम पढ़े तब हमको परमेश्वर ये याद दिलाता है, സഹോദരന്മാരെ, നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. हालेलुया। ये वचन के अंदर हमको ये बता रहा है कि हम मसीह यीशु में हो. ഇതിനു മുമ്പ് മരത്തിന്മേലിരുന്നവൻ, हालेलुया अभी तक हालेलुया पेड़ पर थे, സമൂഹത്തിന്റെ മുൻപിലെ മഹാഭാവി എന്ന് മുദ്രയിടപ്പെട്ടവൻ, समूह में समाज में सबसे बड़ा पापी करके हालेलुया अलग किया हुआ व्यक्ति, അനീതിയുടെ നിക്ഷേപം കൊണ്ട് വലിയ ധനികനായി തീർന്നവൻ, अधर्म का मार्ग से बड़े धन इकट्ठा किया हुआ व्यक्ति,
പക്ഷെ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഈ നിമിഷം മുതൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. आगे पलक में प्रभु यीशु मसीह के द्वारा यहाँ वचन के अंदर कहता है, अभी से तुम मसीह यीशु में हो. ഹല്ലേലൂയ. आमीन. സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനം വിവരിച്ചു തരുന്ന വലിയ ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വരയ്ക്കപ്പെട്ടെങ്കിൽ, हालेलुया, परमेश्वर की पवित्र वचन हमको जो शिक्षा देता है, अगर वो एक बनाया होता हमारे दिल में. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. गलातियों का पत्री 3 अध्याय उसका पहला वचन एक बार ध्यान करें. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, हे निर्बुद्धि गलातियों, किसने तुम्हें मोह लिया है? तुम्हारी तो मानो आंखों के सामने यीशु मसीह क्रूस पर दिखाया गया. आमीन. ആമേൻ. സ്തോത്രം. ആദ്യത്തെ ഗലാത്യരെ കുറിച്ചുള്ള വെളിയെ നാം ചിന്തിക്കണമെന്നില്ല. എങ്കിലും എന്നെ ഓർമ്മപ്പെടുത്തിയത്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നമുക്ക് തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിനാൽ വരച്ചു കാട്ടിത്തരികയാണ്. हालेलुया. यहाँ लिखा हमारी आंखों के सामने यीशु मसीह क्रूस पर दिखाया गया है. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, हमारा पाप का छुटकारा के लिए, ജനനത്തിനു വേണ്ടി, हमको एक नया जीवन देने के लिए, വിശുദ്ധ ജീവിതത്തിനു വേണ്ടി, हमारा पवित्र जीवन के लिए, നമ്മുടെ നല്ലൊരു പുനരുത്ഥാനത്തിനു വേണ്ടി, हमको एक नया पुनरुत्थान के लिए, ഈ പിതാവായ ദൈവത്തോടുകൂടെ നിത്യം വസിക്കേണ്ടതിനു വേണ്ടി, पवित्र परमेश्वर के साथ अनंत काल जीवन बिताने के लिए, ഇത് കണ്ടുകൊണ്ട് ആത്മാവിൽ വിശുദ്ധ ജനത്തിന് വിശുദ്ധമായി ജീവിക്കുവാൻ ഇതിനേക്കാൾ നല്ലൊരു കാലം വേറെയുണ്ടോ? हालेलुया. हमारी आत्मा में पवित्र लोगों को हालेलुया ये विश्वास करना है, इससे बड़ी कोई समय है क्या? ലോകത്തിന്റെ അനുഭവത്തിൽ ഇന്ന് ഭയങ്കര കഷ്ടങ്ങളും നഷ്ടങ്ങളുടെയും കാലങ്ങളാണ്. दुनिया की दृष्टि से देखेगा तो बड़ा कष्ट और कठिनाइयों का और बड़े नुकसान का समय है. ഭൗതികമായ ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും വിശുദ്ധ ജനത്തിനും കണ്ണുനീരോടുകൂടെ ഈ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. हमारी पवित्र लोगों को भी बड़े नुकसान इस काल में पहुंच गया है. നമ്മുടെ സഹോദരങ്ങളായ അനേക വിശുദ്ധന്മാർ ഈ കാലത്ത് രോഗത്താൽ മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. अनेक पवित्र लोग इस समय धरती से हट गया है. പക്ഷേ നമ്മെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഈ വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായി തീർന്നിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ഈ കാലം നമ്മെ പഠിപ്പിക്കുകയാണ്. स्वर्गीय बुलाहट की सहभागी होने के लिए कोई समय सीमा नहीं है करके प्रभु हमको बता रहा है. കാരണം തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മർമ്മം യേശുവിനെ നമ്മളോട് അറിയിക്കുവാനുണ്ട്. ഇന്ന് സക്കായിയോട് പറഞ്ഞു, ഇന്ന് എനിക്ക് നിന്നോടുകൂടെ പാർക്കേണ്ടതാണെങ്കിൽ നിത്യതയിൽ നീ എന്നോടുകൂടെ പാർക്കേണ്ടവനാ. हालेलुया. आज जक्कई को बोला, आज तुम मेरे साथ रहना है. हालेलुया. आगे अनंत काल में तुम मेरे साथ रहोगे. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിത്യതയുടെ വിളി, നിത്യമായി കർത്താവിനോടുകൂടെ വസിക്കേണ്ടതിന് ഈ അല്പകാലത്തിലെ നമ്മളുടെ കഷ്ടങ്ങളുടെ ജീവിതം സാരമില്ല എന്നുവാൻ തിരുവെഴുത്തും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ऐसा है तो पवित्र आत्मा हमको ये शिक्षा देता है, अनंत काल का जीवन का जो कष्ट, जो खुशियों को अगर ध्यान करेगा तो ये छोटे समय का जो दुख की कष्ट की बात कोई मतलब नहीं है, कोई बात नहीं है करके हमको शिक्षा दे रहा है. വളരെ ഞെരുക്കത്തിലൂടെ, ഭൗതികമായ ജീവിതത്തിൽ വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വിശുദ്ധ ജനങ്ങളെ എനിക്കറിയാം. हालेलुया. बड़े कठिनाइयों के सामना करते हुए अपना जीवन बिताने वाला पवित्र लोगों को मैं जानता हूँ. വളരെ ശുശ്രൂഷകന്മാരുണ്ട്. अनेक सेवक लोग है. ആ സ്ഥിതിയൊക്കെയും നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയില്ല. ऐसी बातों को हम बोलते बोलते समय बहुत लगता है. ഒരു കാര്യം എന്നെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. കാരണം സക്കായിയെ കണ്ടവൻ എന്നെയും നിങ്ങളെയും കാണുന്നുണ്ട്. एक बात हमको सबको धीरज देता है, जिन्होंने जक्कई को देखा है वो आपको भी देखा है, हमको भी देखा है. സങ്കീർത്തനക്കാരൻ വെളിപ്പാടിൽ പറയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. हालेलुया. 139 भजन संगीता में
पवित्र आत्मा कहता है मेरा उठना बैठना चलना फिरना लेटना सब कुछ जानने वाला एक पिता है। ഞാൻ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് എന്റെ രൂപത്തെ കണ്ടവനാണ് ദൈവമേ നീ. मैं अपनी माँ का कोख पे एक रूप बनने से पहले मेरे रूप को जानने वाला एक पिता परमेश्वर है। ഒന്നുകൂടെ പറയാം, വെളിപ്പാടിൽ ദൈവമേ നിന്റെ പുസ്തക ചുരുളിൽ എന്നെയും എഴുതി ചേർത്തിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. प्रकाशित वाक्य में लिखा है हे पिता तुम्हारा किताब में तूने मेरे भी नाम लिखा था। ഹല്ലേലൂയ. आमीन। കർത്താവിൽ നമ്മെ കുറിച്ച് വർണ്ണിക്കുന്ന ആ നിത്യതയുടെ വർണ്ണന തിരുവെഴുത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം സന്തോഷം നൽകി തരുന്നുണ്ട്. हालेलुया। प्रभु अनंत काल के बारे में जो वर्णन करता है वो बात हमारा दिल में कितना खुशियां बनाता है। ഇന്ന് നമ്മളുടെ കഷ്ടങ്ങളിൽ, ഇന്ന് നമ്മളുടെ അനുഭവങ്ങൾ കണ്ട് നമ്മൾ തളർന്നു പോകരുതെന്ന് കർത്താവിന്റെ തിരുവായും വഴി അരുളി ചെയ്ത വചനം നമുക്കുണ്ട്. हालेलुया। पवित्र वचन में हमको प्रभु बता रहा है आज का कष्टों में हम पीड़ हालेलुया क्षीणित ना हो। യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. हालेलुया। यूहन्ना का सुसमाचार 14 अध्याय उसका पहला वचन हमको दे बताता है നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. तुम्हारा मन व्याकुल ना हो। അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിൽ അത് ജീവനും ജീവിപ്പിക്കുന്നതുമായ ശബ്ദമാണ്. അത് ഇന്നും നമ്മോട് തന്നെ പറയുന്നതാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. हालेलुया। तुम्हारा मन व्याकुल ना हो करके पवित्र वचन हमको बताता है എന്നിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിലും വിശ്വസിപ്പിൻ. प्रभु पर विश्वास कर और परमेश्वर पर विश्वास कर। എന്റെ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വളരെ വാസസ്ഥലങ്ങളുണ്ട്. मेरा पिता के पास बहुत तेरे जगह है। യേശു സക്കായിയോട് ചോദിച്ചില്ല നിന്റെ വീട്ടിൽ എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങുവാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ചില്ല. यीशु कभी जक्कई से नहीं पूछा तुम्हारी घर में जगह है क्या मुझे रहने के लिए। നിന്റെ വീടിന്റെ വിസ്താരമോ നിന്റെ വീടിന്റെ സമൃദ്ധിയോ അവന്റെ വീട്ടിലെയോ സമ്പന്നതയോ ഒന്നും കർത്താവ് ചോദിച്ചില്ല. जक्कई का घर का कोई भी बात प्रभु उनसे नहीं पूछा गया। പക്ഷേ 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സകല സമ്പന്നതയും നമുക്ക് വേണ്ടി വെടിഞ്ഞിട്ട് ഇന്ന് നമ്മെ വിളിച്ചവനാ നമ്മുടെ കർത്താവ്. हमारा पवित्र वचन कोरिन्थियों के पत्री के अनुसार हमको बताता है हमको धनी बनाने के लिए अपने आप को गरीबी को चुना हुआ सर्वशक्तिमान पिता है जो हमको पुकारता है। 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. हालेलुया। दूसरा कोरिन्थी 8:9 में लिखा है ഈ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, സകലത്തിലും സമ്പന്നനായ ദൈവം, അവൻ സമ്പന്നത അവൻ വെടിഞ്ഞത്, അവൻ നമുക്കായി ഇറങ്ങി വന്നത്, സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത് നമ്മെ സമ്പന്നരാക്കേണ്ടതിന്. हालेलुया। आज स्वर्गीय बुलावट का योग्य हमको इसलिए बुलाया कि हालेलुया हमको धनी बनाने के लिए वो गरीब बनाए। അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു നിങ്ങൾ ഇടറിപ്പോകരുത്. हालेलुया। इसलिए यूहन्ना के सुसमाचार 16 अध्याय उसका पहल वचन में लिखा है इसलिए कहीं तुम टोक कर ना कहो। ഇന്ന് ലോകം ത്യജിക്കുമ്പോൾ, ഇന്ന് ലോകം നമ്മെ ദുഃഖിപ്പിക്കുമ്പോൾ, ഇന്ന് ലോകത്തിൽ നമുക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും കണ്ണുനീരും വരുമ്പോൾ നാം ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. दुनिया का कष्ट और मुसीबत और महामारी के द्वारा हम टोक कर पा सकता है। പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇടറി പോകാതിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ये बातें मैंने तुमसे इसलिए कही कि तुम टोक कर ना कहो करके यीशु ने कहा। ലോകം എന്നെ ത്യജിച്ചത് കൊണ്ട് നിങ്ങളെയും ത്യജിക്കും. दुनिया जैसे मुझे त्यागा तुम्हें भी त्याग सकता है। ലോകം എന്നെ വേദനിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും വേദനിപ്പിക്കും. दुनिया जब हमको दर्द दिया तो तुमको भी दर्द दे सकता है। യേശുവിന് നമ്മളോട് പറയാനുള്ളതാണ് നാം കേൾക്കേണ്ടത്. എന്നോട് പറയാനുള്ളതാണ് ഞാൻ ആദ്യം കേൾക്കേണ്ടത്. यीशु आपसे क्या बोलना चाहता है और हमसे क्या बोलना चाहते वो है हमको सुनना। समय है ഈ ലോകത്തിന്റെ വലിയ അധികാരസ്ഥന്മാർ നമ്മോട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. दुनिया का हालेलुया दुर्बुद्धि लोग अगर हमको ये कार्य किया वो कार्य किया करके
जब बोलता है सिर्फ बोलता ही है, फिर भी हम बहुत खुश हो जाता है. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് അയച്ചിട്ട് കർത്താവ് വന്ന് നമ്മോട് പറയുകയാണ്, നിന്നെ ഞാൻ വിളിക്കുന്നത് സ്വർഗീയ വിളിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് നിനക്കായി സകലതും ഞാൻ കരുതി വെച്ച ശേഷമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ ധൈര്യപ്പെടുവിനെന്ന് പറയുന്നു എങ്കിൽ അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണ്. जब सर्वशक्तिमान पिता परमेश्वर यीशु मसीह के द्वारा हमको उद्धार देकर धरती का हालेलुया आकर हमको मनुष्य होकर हमको आकर बता रहा, तुम्हारे लिए मैं सब कुछ बना कर रखा है, हालेलुया, मैं तुमको तुम चिंता न करो करके जब हमको बताता, तो हम कितना ध्यान करना चाहिए उस बात के ऊपर. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അവസാനമായി ഒരു വാക്യം എന്നെ ഓർമ്മപ്പെടുന്ന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ടെ. इब्रानियों का पत्री 4 का 1 हम पढ़कर समाप्त करेंगे. വായിച്ചാട്ടെ. इसलिए कि उसके विश्राम में प्रवेश करने की प्रतिज्ञा अब तक है, तो हमें डरना चाहिए कि ऐसा ना हो कि तुम में से कोई जन उससे वंचित रह जाए. आमीन, ആമേൻ. താങ്ക് യു, സ്തോത്രം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. हालेलुया, उनकी विश्राम में प्रवेश करने का वायदा हालेलुया बचे हुए है. നാം ആയിരിക്കുന്ന ഇന്നത്തെ കാലയളവിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് ആവശ്യമായ വചനങ്ങളെ ദിനവും ഓരോ മുഖാന്തരങ്ങളെ കൊണ്ട് വിശുദ്ധന്മാരെ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടും നിശ്ചയത്തോടും ശക്തിയോടും കൂടെ നമ്മെ കേൾപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് ആത്മാവിലൊന്ന് ഓർക്കുവാനും നന്ദി പറയുവാനും കഴിഞ്ഞെങ്കിൽ, पवित्र वचन के द्वारा, पवित्र लोगों के द्वारा अलग अलग समय पर हालेलुया हमको वायदा देकर प्रभु अपनी ओर बुलाने वाला, हमको नया बनाने वाला, हालेलुया उस पवित्र आत्मा को एक बार उस वचन के द्वारा याद करता तो कितना भला होता. ഞാൻ പറഞ്ഞത് തിരുവെഴുത്തിനകത്തുള്ള വാക്യം ആധാരമാക്കിയ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. अभी तक जो भी बात मैंने किया है पवित्र वचन के अंदर से मैंने किया है. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം തെസ്സലോനിക്കരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഓർക്കണം. पहला तेस्सलोनी पहला अध्याय उसका 5वां वचन के अंदर ऐसा बोला हुआ है, हमारा सुसमाचार तुम्हें पास न केवल वचन मात्र ही में वरन सामर्थ्य और पवित्र आत्मा और बड़े निश्चय के साथ पहुंचा है, जैसा तुम जानते हो कि हम तुम्हारे लिए तुम में कैसे बन गए थे. യേശുബു പാസ്റ്റർ യുപിയിൽ വന്നത് അവിചാരിതമാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? प्रभु का दास उत्तर प्रदेश में हालेलुया कोई बिना कारण से नहीं आया. ഒരുപക്ഷെ കർത്താവിന്റെ ദാസനോട് ചോദിച്ചാൽ ഇന്നത്തെ സ്ഥിതിയെ കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയില്ല. आज प्रभु का दास के बारे पूछेगा तो आज की स्थिति के बारे में वो कभी स्वप्न में भी नहीं देखा. ഈ വിശുദ്ധ ജനങ്ങളെ, വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങളോടൊക്കെയും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആലോചന പങ്കിടുവാൻ ഇന്ന് കഴിയുമെന്ന് വിചാരിച്ചു കാണില്ല. हालेलुया, पहले कभी नहीं सोचा, आज का दिन के द्वारा आप लोगों के बीच वचन कभी बांट पाओगे करके कभी नहीं सोचा. എനിക്ക് സംശയമില്ല, തിരുവെഴുത്ത് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ നിശ്ചയത്തോടും ബഹുശക്തിയോടും കൃത്യതയോടും കൂടെയാണ് ഞാൻ എന്റെ വചനം അയച്ചു വിടുവിക്കുന്നത്. पवित्र आत्मा हमको बता रहा है कि पवित्र आत्मा का और बड़े निश्चय के साथ मैंने अपनी वचनों को हालेलुया सामर्थ्य के साथ आपके बीच में भेजा है. ഒരു വാക്യം കൂടെ വന്നു. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം വായിച്ചാട്ടെ. उसका पहला तेस्सलोनी दूसरा अध्याय उसका 13-ാമത്തെ വാക്യം, 2:13. 1 തെസ്സലോനി 2:13. इसलिए हम भी परमेश्वर का धन्यवाद निरंतर करते हैं कि जब हमारे द्वारा परमेश्वर के सुसमाचार का वचन तुम्हारे पास पहुंचा, तो तुमने उस मनुष्यों की नहीं परंतु परमेश्वर का वचन समझकर ग्रहण किया, और वो तुम विश्वासियों में जो विश्वास रखते हैं प्रभावशील है.
ആമേൻ. ഇത് മനുഷ്യന്റെ വചനമായിട്ടല്ല. നാം ഒരുപക്ഷെ കേൾക്കുന്നത് മാനുഷിക ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിലാണ് മുഴങ്ങുന്നത് എങ്കിൽ തിരുവെഴുത്തും പരിശുദ്ധാത്മാവ് ഒരുപോലെ നമ്മോട് പറയുന്നു, ദൈവം തന്റെ സ്വന്തം ശക്തിയാലും നിർണയത്താലും സ്വർഗത്തിലെ അനാദി നിർണയത്തെ നമ്മുടെ ആത്മാവിൽ മുഴക്കുന്ന ശബ്ദമാണ്. हालेलुया। स्वर्ग में अनादिकाल से पहले निर्णय किया हुआ पवित्र वचन है जो आज हमारे बीच में हमारी कानों को जो गूंज रहा है। എത്ര പേർക്ക് മനസ്സിലാകും? कितने लोग उसको समझ लेते हैं? സഹോദരങ്ങളെ, നമ്മെ കേൾപ്പിക്കുന്നത് അവിചാരിതമല്ല. हालेलुया। बिना कारण से नहीं आज जो आप वचन सुन रहे हो, നമ്മെ കേൾപ്പിക്കുന്നത് വെറുതെയല്ല. हालेलुया। बिना मतलब से नहीं आपको आज सुना रहे हो। ഇന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ സക്കായിയെ വിളിച്ചത് വെറുതെ എന്ന് പറയുമോ? आज कोई ये बोल सकता है क्या जक्कई को गुलर के पेड़ के ऊपर से प्रभु ने बुलाया, हालेलुया, बिना मतलब से है? പത്രോസിനെയും പൗലോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചത് വെറുതെ എന്ന് നാം പറയില്ല. हालेलुया। पत्रोस, याकूब, യോഹന്നാ, पौलोस को बुलाया बिना मतलब से नहीं। എന്നാൽ ആ ലേഖനത്തിലൂടെ പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ദൈവം അതേ അളവോടെ നിങ്ങൾക്കും പങ്കിട്ട് തന്നിരിക്കുകയാണെന്ന്. हालेलुया। जो विश्वास उनके अंदर थे वही विश्वास हमको भी परमेश्वर ने दिया हुआ है। അതുകൊണ്ട് അവസാനമായി ആ നാം വായിച്ച വാക്യം നിങ്ങളെ ഒന്നുകൂടെ, വിശുദ്ധ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ഒന്ന് ഓർക്കുവാൻ ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ഇനിയും നമുക്ക് അവൻ ശേഷിപ്പിച്ചിരിക്കുന്നു. हालेलुया। विश्राम में प्रवेश करने का एक वायदा, हालेलुया, प्रभु अभी भी, हालेलुया, बचाया हुआ है। हालेलुया, अभी भी रह गया है। इसलिए हम पवित्र आत्मा में निरंतर प्रभु में बने रहो। അതാർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ. हालेलुया। वो किसी को ऐसा ना हो वो ना मिला हो। നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ആവശ്യം. हम इसलिए यीशु को बड़ा ध्यान से देखो। നമ്മുടെ ആത്മാവിന്റെ കണ്ണുകളെ അവൻ തുറന്നു. हालेलुया। उन्होंने हमारी आत्मा की आंखों को खोला। സ്വർഗീയ വിളി കൊണ്ട് നമ്മെ വിളിച്ചു. हालेलुया। स्वर्गीय बुलावट को हमको बुलाया। നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ആർക്കും മായ്ച്ചു കളയാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിൽ അവന്റെ നാമം എഴുതി. हालेलुया। कोई भी ना मिटा सकता है उस जैसा हमारी हृदय की पट्टी में उन्होंने लिखा। പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത വിശ്വാസത്തിന്റെ വചനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ ആവശ്യമായതുപോലെ നൽകിത്തരുന്ന ദൈവമാണ്. पवित्र आत्मा के द्वारा जो भी व्यक्ति को जरूरी है उनको, हालेलुया, जरूरत के अनुसार हर एक व्यक्तियों को प्रभु बांट बांट कर वचन दे रहा है। ഇന്ന് രാത്രിയിൽ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. इसलिए हमारा जैसे पवित्र वचन का हमारा मन व्याकुल ना हो, നമ്മൾ ഇടറിപ്പോകരുത്. हम, हालेलुया, टूट न जाए। വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. पवित्र यीशु को बड़ा श्रद्धा के साथ ध्यान से देखने के लिए पवित्र आत्मा एक एक व्यक्तियों को सहायता करे। വിളിച്ചവൻ വിശ്വസ്തനാ. हमको पुकारने वाला प्रभु पवित्र है और वफादार है। അവൻ വാക്ക് മാറുകയില്ല. वो कभी भी अपनी वायदा से पीछे नहीं हटता। അവ പറയുന്നു, ഞാൻ പിതാവിന്റെ കയ്യിൽ തന്നവരെയൊക്കെയും ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കണമെന്ന് തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. परमेश्वर का इच्छा यही है कि जो लोगों को पिता ने मेरी हाथ में दिया उनको जिलाना है। അതുകൊണ്ട് നമുക്കൊരു നല്ല ഉയർപ്പ് പ്രാപിക്കേണ്ടതിന്, നല്ലൊരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്നെന്നുവാൻ ദൈവത്തിന്റെ വചനവും ആ ശബ്ദവും കൃത്യതയോടെ നിശ്ചയത്തോടെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമാറാകട്ടെ. एक अच्छे जी उठने को प्राप्त करने के लिए ये वचन को हम दिल में बने रखें। ഈ ജീവിപ്പിക്കുന്ന വചനങ്ങളാൽ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ये जिलाने वाला वचन के द्वारा प्रभु सबको आशीष देने पाए।
ദൈവത്തിന്റെ ദാസനോടും കുടുംബത്തോടും സകല വിശുദ്ധ ജനത്തോടും കർത്താവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. आमीन। प्रभु का वचन को हमारे बीच में बांटा प्रभु का दास और हर एक को हम धन्यवाद देते हैं। आमीन आमीन। थैंक यू पास्टर जी, हमारे बीच में आकर श्रेष्ठ वचनों को बांटा। प्रभु आपको बहुताय से आशीष दे रहे पाए, प्रभु की महिमा हो। सर्वशक्तिमान पिता परमेश्वर, हम धन्यवाद करते हैं आपका दास के लिए प्रार्थना, दासी के लिए, बच्चों के लिए, उनकी भविष्य के लिए, आपके दास का सेवकाई के लिए हम प्रार्थना। स्वर्गीय श्री भंडार खोलकर अभी तक आपके दास को आपने अगुवाई किया, आगे भी अगुवाई। आज जो वचन सुना हर एक लोगों का जीवन में ये वचन कार्य करने के लिए हम प्रार्थना करते हैं पिता। महिमा आपको मिले, यीशु मसीह के पवित्र नाम मांगते हैं। आमीन आमीन। थैंक यू पास्टर, थैंक यू। हालेलुया। हम प्रार्थना करेंगे प्रभु का दास लोगों के लिए। हालेलुया। रामचंद्रन भैया दासी बच्चों के लिए हम प्रार्थना करते हैं। हालेलुया। ओम प्रकाश पास्टर परिवार के लिए प्रार्थना करते, भगवान दास पास्टर परिवार के लिए प्रार्थना करते, अतरलाल पास्टर परिवार के लिए प्रार्थना, ब्रजेश पास्टर परिवार के लिए प्रार्थना करते। हालेलुया। रामेश्वर पास्टर परिवार के लिए, विजय कुमार पास्टर परिवार के, शिवदेव पास्टर परिवार के, रामजी पास्टर परिवार के लिए, रामनारायण पास्टर परिवार के लिए, रामनारायण पास्टर के लिए, जय कुमार पास्टर के लिए, जिलाल पास्टर के लिए, हरिशंकर पास्टर के लिए, सुनील जोनसन पास्टर दानंद के लिए, राजेश कुमार के लिए, लखन के लिए, सुधीर के लिए, पिताजी चौहान पास्टर जी के लिए, पिताजी हालेलुया, सुरेंद्र पास्टर के लिए, पिताजी राजेश पास्टर अनबरा के लिए, पिताजी हालेलुया। जो पिताजी आज जो ऑनलाइन में आया हर एक व्यक्ति के लिए, राजेश के लिए, उनका पापा मम्मी के लिए, पत्नी बच्चों के लिए, पिताजी रीना के लिए प्रार्थना करते पिताजी हालेलुया। पिताजी हालेलुया। जमुना प्रसाद जी के लिए प्रार्थना करते पिताजी, दया करो दया करो। हालेलुया हालेलुया हालेलुया। पिताजी हलिल दुर्गावती बहन के लिए प्रार्थना करते हैं। हालेलुया। पिताजी हालेलुया हालेलुया। दीक्षा के लिए, विकास के लिए प्रार्थना करते पिताजी, विकास का यात्रा फंसा है, दीक्षा के उधर फल के लिए हम प्रार्थना करते। दीक्षा विकास का मम्मी का जो पैर में जो पिताजी जख्म हुआ है पिताजी, यीशु का नाम है चंगाओ, यीशु का नाम है, यीशु का नाम है आपकी बेटी चंगाओ, यीशु का नाम है आपकी बेटी चंगाओ। पिताजी दया करो करुणा करो, पूर्ण रूप का चंगाई, पूर्ण रूप का चंगाई आपकी बेटी की शरीर में प्रकट हो पिताजी। वचन बोला प्रभु का दास के लिए प्रार्थना एक बार करते हैं पिताजी, जवान पास्टर जी की दासी के लिए, के लिए, सुरलो परिवार के लिए, लो परिवार के लिए हम प्रार्थना करते हैं। पिता अरविंद भाई, केश कुमारी एंजल के लिए पिताजी प्रार्थना करते हैं। मणि बहन परिवार के लिए प्रार्थना, श्यामलाल जी परिवार के लिए, दीपक कुमार के लिए प्रार्थना करते हैं पिताजी, दया करो पिताजी। उनका मम्मी के लिए, पापा के लिए, अंशु परिवार के लिए, अंशु के लिए प्रार्थना करते पिताजी। राम लल्लू परिवार के लिए प्रार्थना करते, दासी के लिए, बच्चों के लिए विनती करते, संत कुमार के लिए, भागेश्वरी राहुल के लिए प्रार्थना करते, संजय कुमार के लिए प्रार्थना करते, रोली श्रीवास्तव जी के लिए, भगवत के लिए, रोली श्रीवास्तव जी के लिए, दासी के लिए प्रार्थना, दास के लिए, बच्चों के लिए प्रार्थना करते पिताजी, उनके जीवन के एक बातों के लिए विनती करते पिताजी, भगवत के लिए, बिंदु के लिए, बच्चों के लिए, आगे बेटे का पैर में जो दर्द है पिताजी, पूर्ण रूप का चंगाई, पूर्ण रूप का चंगाई दे दीजिए पिताजी, अद्भुत चंगाई अभी तक भी, आगे भी दया कीजिए पिताजी। कोमल के लिए, उनकी मम्मी के लिए, पापा के लिए, भाई के लिए प्रार्थना करते पिताजी। नंदलाल यादव जी के लिए, परिवार का एक लोगों के लिए हम प्रार्थना करते पिताजी। वल्लवी के लिए, प्रदीप के लिए पिताजी, बेबी के लिए, उनका मम्मी के लिए विनती करते पिताजी। मुकेश के लिए पिताजी, राजेश के लिए, सीमा के लिए, जुगनू मौसी के लिए, मौसा के लिए, बच्चों के लिए विनती करते, राजेश कुमार सुंदरी के लिए, बच्चों के लिए विनती करते, कुमारी देवरी, राजकुमारी देवरिया के लिए प्रार्थना करते हैं, रामचंद्र पानपति बहन के लिए, रीनू बेटी के लिए विनती करते हैं। हालेलुया। रविरंजन के लिए, राहुल रंजन सदा के लिए प्रार्थना करते, प्रियंका के लिए, शिवकुमार सीता कुमारी के लिए, राजी के लिए, राजी के लिए विनती करते, विष्णुदेव के लिए पिताजी, दासी के लिए, बच्चों के लिए विनती करते, दीपू के लिए, परिवार का एक लोगों के लिए प्रार्थना करते पिताजी। हालेलुया। इंदू के लिए, संजय के लिए, बच्चों के लिए विनती करते पिताजी। हालेलुया। विजय, सुषमान, श्रिया, सौम्या, हिमांश के लिए प्रार्थना करते हैं, चंद्रकांत के लिए, कांता के लिए, वर्षा के लिए, प्रशांत के लिए प्रार्थना करते हैं पिताजी।
रेखा के लिए, अनमोल के लिए, बिहार जी के लिए प्रार्थना करते हैं। इंजलाल के लिए, अजय देवी के लिए, बेटी के लिए विनती करते हैं। पिताजी ईश्वर प्रसाद के लिए, सुनिता के लिए, सोन कुमारी के लिए विनती करते हैं। रिनी सिस्टर के लिए जो हैदराबाद से जुड़े हैं, पिताजी आपकी बेटी के ऊपर दया करो, करुणा करो। दास के ऊपर पिताजी इनका पारिवारिक जीवन में दया करो। पिताजी वसंत कुमार जायसवाल के लिए प्रार्थना करते हैं। दास सिंह के लिए, बच्चों के लिए, कौमी के लिए विनती करते हैं। धीरेन्द्र अंजलि के लिए हम प्रार्थना करते हैं, पिताजी दया करो। अंशु के लिए, पिताजी रोशन परिवार के लिए विनती, शिव कुमार जी के लिए, दासी बच्चों के लिए विनती करते हैं। रामजीत परिवार के लिए विनती करते हैं। अमृत परिवार के लिए विनती करते हैं। ज्योति, गोविंद, नैना, सोनिया के लिए प्रार्थना करते हैं। पिताजी श्याम सुंदरम संगत के वनिता के लिए प्रार्थना करते हैं। पिताजी हल्लेलुया सोनिया के लिए प्रार्थना करते हैं। सुख प्रसव देना पिताजी, हल्लेलुया दया करना। पिताजी कलावधि को नॉर्मल डिलीवरी देना। पिताजी दया करो, दया करो, अद्भुत कार्य करो। पिताजी जो भी लोग आया गया उनके सबके लिए हम विनती करते हैं। प्रार्थना से लिया धन्यवाद। यीशु मसीह के पवित्र नाम मांगते हैं, आमीन। मैसेज भेजा भी, क्या नाम महिमा, मैसेज आया ना, फिर क्यों मैसेज आया मम्मी के लिए, प्रार्थना भी किया, वही बात बताने के लिए होगा ना। तो और कोई लोग, टाइम हो गए, कोई लोग कोई गवाही देना चाहता है? क्या नाम है उसका? रेखा कहाँ है? रेखा, सोनिया का क्या हुआ? जय मसीह अंकल। जय मसीह। हाँ अंकल, उसके पेट में जो दर्द हो रहा था ना, तो फिर लेके उसको हॉस्पिटल में गए लोग, तो डॉक्टर देखा तो कह रहा है अभी टाइम है 10-15 दिन का, फिर इंजेक्शन दिए तो दर्द अभी ठीक है। ओके ओके। अत्रलाल पास्टर, हाँ पल्लवी, क्या बोलना चाहते हो? जय मसीह। और गवाही बता दो, गवाही तो चाहिए। पिछले दिनों मेरा तबीयत बहुत ज्यादा खराब था। हाँ। 1 महीने से मुझे थोड़ी थोड़ी प्रॉब्लम हो रही थी और मुझे लगा कि ऐसे ही फिजिकली कुछ प्रॉब्लम है, ऐसे ही हो रहा है। लेकिन फिर परमेश्वर के दासों को परमेश्वर ने जानकर, समझकर और मैं सही समय पर भेजा, और प्रभु के दासों ने आके मेरे लिए प्रार्थना किया और मैं सही हो गई। आज मैं चंगी हूँ। परमेश्वर ने मुझे फिर से खड़ा किया है। मैं सबका धन्यवाद करना चाहती हूँ। प्रभु की महिमा के लिए मैं इस गवाही को प्रकट करती हूँ। आमीन। प्रभु दया करे। आमीन। सुरक्षित रहे बेटा। अत्रलाल पास्टर है, वो कलावधी का क्या हुआ? अभी आज तो फोन नहीं हुआ, कल फोन हुआ था। अच्छा हुआ, आज नहीं। हाँ, अभी प्रार्थना करके आशीर्वाद बोलो। धन्यवाद करते मेरे महान और प्यार करता प्रेम मैं करने वाला परमेश्वर, धन्यवाद करते समय के पिता परमेश्वर, आज की रात्रि समय पिता परमेश्वर जिम्मे के में लेते हुए पिता परमेश्वर हर एक को अपना तुमसे निर्माण कर दिया। आज की बात से पिता परमेश्वर दास के द्वारा ये वचन मिला है पिता परमेश्वर, हर एक जीवन में कारण होता है पिता परमेश्वर। धन्यवाद करते हैं। हालेलुया हालेलुया। हमारी पुकारने वाला परमेश्वर, हमें आप सभी को पुकारने वाला परमेश्वर पुकारता है पिता। हालेलुया, दया करता है मेरे महान परमेश्वर। धन्यवाद करते हैं, हम उनके वोट प्रार्थना पाए पिता। हालेलुया हालेलुया। हर एक अंधकार शक्तियों से आप बचाइए पिता, हर एक को कोरोना महामारियों से बचा कर रखिए पिता। दया करिए राजा। धन्यवाद करते पिता राजपति, आपके आत्म सौंपते हैं, परिवार बच्चों को भी आपका आत्म सौंपते राजा। सुरक्षित रखने की आपने सहायता करिए पिता। दया करिए राजा, आपके अनुग्रह में होकर चलने का महान दया करिए। धन्यवाद
धन्यवाद करते, प्राप्ति के लिए प्रार्थना करते प्रभु जी। जिस प्रकार से आपने गर्भ का फल दिया पिता, सुरक्षित से होने की आप सहायता करिए पिता, नॉर्मल जीवन में होने की आप दया करिए। धन्यवाद करते पिता परमेश्वर। हालेलुया। बैठे हर एक जो मीटिंग में जो हालेलुया आपकी वचन को जो सुना है पिता, उनके हृदय में बोलने पाए पिता परमेश्वर, हृदय की पत्तियों पर लिखने पाए पिता, दया करिए। आपने दया किया है, धन्यवाद करते हैं। इनकी प्रार्थना सुना है, धन्यवाद। सारी नहीं नाम यीशु के नाम से मांगते हैं, आमीन। अब हमारे परमेश्वर का प्रेम, प्रभु यीशु का अनुग्रह, पवित्र आत्मा की संगति और सहभागिता आए हुए प्रियजनों के साथ संसार के हर पवित्र संतों के साथ प्रभु यीशु के दूसरी आगमन तक होती रहे, आमीन। यीशु मसीह जय दिया हुआ परमेश्वर को हम लोग हाथ उठाकर हालेलुया गीत गाएंगे। हालेलुया हालेलुया हालेलुया। प्रभु सबको आज दे जय मसीह। താങ്ക് യു പാസ്റ്റർ ജി, നല്ല അനുഗ്രഹീത വചനത്തിനായി നന്ദിയോടെ താങ്ക് യു താങ്ക് യു താങ്ക് യു। വീണ്ടും വരണം। आमीन। थैंक यू। कोई लोग कुछ बोलना चाहते हैं? आप दिखाओ, 1 मिनट और है। ओके 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 ओके। सोनिया कुछ, कोमल कुछ बोलना चाहता है। कोमल तुम पक्का लेगा? हाँ बोलो कोमल, तुम अपने भाई को वचन शिक्षा दिया? तुम बोल, मेरे को कहाँ सुनाई देता। तू अपनी भाई को वचन सिखाया क्या? नहीं सिखाया। तुमको मोबाइल से नजर उठाने का टाइम ही नहीं था, फिर कहां से तुम सिखा पाओगे? आज पूरा यूट्यूब ही देखते रहे। बेटा तुम अपने भाई को चाहता है तो उसको वचन सिखा दो। श्रीवास्तव रोड़ी जी बोलिए। हाँ, जय मसीह की। जय मसीह। हाँ, वो मुझे एक मार्कशीट की जरूरत थी, कई दिनों से मिल नहीं रही थी। अच्छा। तो हाँ, प्रेयर करती थी तो वो मिल गई मार्कशीट। वाह, प्रेज गॉड। हस्बैंड के ऑफिस में मिल गई। बहुत दिनों से नहीं मिल रही थी, उसका बहुत काम था, नहीं तो मेरी सैलरी रुक जाती फिर। तो वो मिल गई मार्कशीट। तो मैं रोज सोचती हूँ कि गवाही देनी है। आमीन आमीन। प्रेज गॉड। थैंक यू। और इससे बड़ी बड़ी गवाही देने पाऊं, यही प्रार्थना करती। आमीन। प्रभु में बने रहो। प्रभु लाल समुद्र को भी पार कराता है। जय मसीह। और कोई? जय मसीह जय मसीह। कोमल तुम क्या बोलने के लिए आया? बोलो। मैं बोल रही थी अंकल कि हमारे चाचा के लिए प्रेयर कीजिएगा, वो ड्यूटी नहीं कर पाते हैं। चाचा कहाँ है? चाचा प्रार्थना में आएगा तब प्रार्थना होता है। हाँ, मैं बुला रही हूँ, जाओ जल्दी। जब इधर आएगा तो चाचा का नाम क्या है? कृष्णा नाम है अंकल। कृष्णा नाम को प्रार्थना करेंगे। ठीक है, ठीक हो जाए। तू अपने भाई को वचन सिखाया? नहीं जी एक वचन सिखाया? हाँ अंकल, मैं सिखाती हूँ उसको वचन। हाँ रोज सिखाओ, का बुद्धि विकास अच्छा हो जाए। ओके बाय बाय। ये है अंकल हमारे चाचा। हाँ चाचा जी, रोज प्रार्थना में आओ, प्रभु आपके ऊपर दया करेगा। ठीक है कृष्णा जी, प्रार्थना में आओ। स्वर्गीय पिता, कृष्णा के लिए प्रार्थना करते हैं। दया करना, करुणा दिखाना, इनके शरीर में जो भी बीमारी की आत्मा है पिताजी छू कर चंगा कीजिए। पिताजी दया कीजिए, करुणा कीजिए। आपने अद्भुत कार्य कर रहा। धन्यवाद यीशु मसीह के पवित्र नाम में। आमीन आमीन। ओके भाई, कल मिलेंगे।